Today we will discuss analysis of strain. Okay. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിൽ നമ്മൾ സ്ട്രെസ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. സ്ട്രെസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ്, നോർമൽ സ്ട്രെസ്, ടാൻജൻഷ്യൽ സ്ട്രെസ് അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ്, ദെൻ സ്ട്രെസ് അറ്റ് എ പോയിന്റ്, സ്ട്രെസ് ടെൻസർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നൗ ടുഡേ വി വിൽ ഡിസ്കസ് മെയിൻലി അവർ ഫോക്കസ് ഈസ് ഓൺ സ്ട്രെയിൻ. എന്താണ് സ്ട്രെയിൻ എന്നുള്ള ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് സ്ട്രെയിൻ ഓർ ഹൗ ടു കാൽക്കുലേറ്റ് സ്ട്രെയിൻ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഫീൽഡ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രേഡിയൻറ്റ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോർഷൻസ് ഉണ്ട്. ഓക്കെ. അപ്പം ഫസ്റ്റ് നമുക്ക് സ്ട്രെയിൻ അനാലിസിസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. നൗ വി നോ ദാറ്റ് in mechanics of solids we are assuming that the bodies are not rigid അല്ലേ. റിജിഡ് ബോഡീസ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലായിരുന്നു നമ്മൾ റിജിഡ് ബോഡി എന്നുള്ള കൺസെപ്റ്റ് വന്നത്. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എല്ലാ ബോഡീസും ഡീഫോമബിൾ ആണ്. ഓക്കെ. ഡീഫോമബിൾ ബോഡീസ് മീൻസ് സപ്പോസ് ഒരു ബോഡി ഉണ്ട്, നമ്മൾ അതിൽ കുറച്ച് ഫോഴ്സസ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഷേപ്പിന് ചേഞ്ച് വരും. അല്ലെങ്കിൽ 2 പോയിന്റ് എടുക്കുകയാണെങ്കിൽ സപ്പോസ് വി കൺസിഡർ 2 പോയിന്റ്സ്. ഇത് ഇനീഷ്യലി ഉള്ള ഈ ഡിസ്റ്റൻസും പോയിന്റ് എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസും ആഫ്റ്റർ അപ്ലൈയിങ് ദ ലോഡ് കഴിഞ്ഞിട്ട് അതൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാകും. അതായത് ഇനീഷ്യലി ഇക്വിലിബ്രിയത്തിലായിരുന്നു, പിന്നെ നമ്മൾ കുറച്ച് ലോഡ് കൊടുത്തു അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്തു. സോ ദെൻ അഗെയിൻ ദ ബോഡി വിൽ കം ടു ആൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. അപ്പം നമ്മൾ ഈ ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ആദ്യമുള്ള ഈ ഡിസ്റ്റൻസിനേക്കാളും ചേഞ്ച് വരികയാണ്. സപ്പോസ് ഇഫ് ദർ ഈസ് സം ചേഞ്ച് ഇൻ ലെങ്ത് എ ബി, then it is known as such type of bodies are known as deformable bodies. ഓക്കെ. അപ്പം അതിനെപ്പറ്റി ഡീഫോമേഷൻ എന്താണ്, അത് എങ്ങനെയൊക്കെ സംഭവിക്കാം, ഒരു ഒബ്ജക്റ്റിൽ എങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ സ്ലൈഡ് ഫസ്റ്റ് വായിച്ചു നോക്കാം. വെൻ എവർ എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ടു എ ബോഡി, ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ആണെങ്കിൽ ഇറ്റ് വിൽ ടെൻഡ് ടു ചേഞ്ച് ദ ബോഡീസ് ഷേപ്പ് ഓർ സൈസ്. Okay, shape and size. These changes are referred to as deformation. So deformation means the change in size and shape of a body, and they may be highly visible or practically unnoticeable. Okay. So deformation means it is the change in shape or size of a body. ഇപ്പം ചില കേസിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഹൈലി ഇലാസ്റ്റിക് പെട്ടെന്ന് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണെങ്കിൽ ഡിഫോമേഷൻ നമുക്ക് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കാണാൻ പറ്റും, വിസിബിൾ ആണ്. ബട്ട് ചില ബിൽഡിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഞങ്ങൾ ബ്രിഡ്ജിലൊക്കെ യൂസ് ചെയ്യുന്ന മെക്കാനിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ സ്ട്രക്ചറൽ മെമ്പേഴ്സ് ഉണ്ടാവും. അതിലൊക്കെ ഉള്ള ഡിഫോമേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മൈന്യൂട്ട് ആയിരിക്കും. നമുക്ക് അങ്ങനെ നോട്ടീസ് ചെയ്യാൻ പറ്റില്ല. വെരി സ്മോൾ ചേഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ലോഡ് അപ്ലൈ ചെയ്യുമ്പം അതിൻ്റെ ലെങ്ത്തിനോ അല്ലെങ്കിൽ ബാക്കി ഡയമെൻഷൻസിനൊക്കെ ഉണ്ടാകുന്ന ചേഞ്ച് വളരെ ചെറുതായിരിക്കും. സോ അതാണ് ഇവിടെ പറഞ്ഞുള്ളത്. ഫോർ എക്സാമ്പിൾ എ റബ്ബർ ബാൻഡ്, the deformation will be very large. For a rubber band the deformation will be very large, but for structural members the deformation is very small, unnoticeable ആണ്. Okay. So അങ്ങനെ the change in shape and size of the body is known as deformation whenever a force is applied. ഇവിടെ ഫോഴ്സ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ചും വരാം. നമ്മൾ അടുത്ത പോയിന്റ് അതാണ്. ഫോഴ്സ് തന്നെ അപ്ലൈ ചെയ്യണമെന്നില്ല. ഇൻ സം കേസസ് സപ്പോസ് ദ ടെമ്പറേച്ചർ ഈസ് ചേഞ്ച്ഡ്, ദെൻ ഓൾസോ ദർ വിൽ ബി സം ചേഞ്ച് ഇൻ ഷേപ്പ് ആൻഡ് സൈസ്. ഓക്കെ. ഡിഫോർമേഷൻ ഓഫ് എ ബോഡി ക്യാൻ ഓൾസോ ഒക്കർ വെൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ഈസ് ചേഞ്ച്ഡ്. ഇത് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുണ്ട്. സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കഴിഞ്ഞിട്ട് ടെമ്പറേച്ചർ വെച്ചിട്ടുള്ള ടെമ്പറേച്ചർ ചേഞ്ച് വരുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സും സ്ട്രെയിനിനെ പറ്റി അടുത്ത് വരാനുണ്ട്. സോ ഇതും ഒന്ന് മൈൻഡിൽ വെക്കുക. ഡിഫോമേഷൻ 2 രീതിയിലാണ് ഡിഫോമേഷൻ ഉണ്ടാവുക. ഒന്ന് either ഡ്യൂ ടു ദ അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് ഓർ ഡ്യൂ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. Then to study deformation we will consider line segments that are very short and located in the neighborhood of a point. നമുക്ക് ഡിഫോമേഷൻ ഓരോ പോയിന്റിലും നമുക്ക് ഇവിടെ പറഞ്ഞു ഡിഫോമേഷൻ എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഓരോ പോയിന്റിലെ ഡിഫോമേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യും. ഏത് പോയിന്റിലാണ് ഡിഫോമേഷൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്മോൾ മൈന്യൂട്ട് എലമെന്റ്. ഓക്കെ. ഇതൊക്കെ എൻലാർജ് ചെയ്ത് വരച്ചാണ് ഒരു സ്മോൾ ലെങ്ത്
കൺസിഡർ ചെയ്യും. ആ പോയിന്റിന് ചുറ്റുമുള്ള ആ ലൈൻ സെഗ്മെന്റിന് വരുന്ന മാറ്റത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡിഫോർമേഷൻ സ്റ്റഡി നടത്തുക. ഓക്കെ, അതാണ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ പറഞ്ഞ പോയിന്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സോളിഡ് ബോഡി ഉണ്ട്. ഇത് ഈ ബിഫോർ ഡിഫോർമേഷൻ ആണ്. ഡിഫോർമേഷന് മുമ്പ് ഇതായിരുന്ന അവസ്ഥ. ദെൻ നമ്മൾ ഈ പോയിന്റിലെ ഡിഫോർമേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ പോയിന്റിലെ ഡിഫോർമേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് ചുറ്റും ഈ പോയിന്റിന് ചുറ്റുമുള്ള ലൈൻ എലമെന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ്. അതിന് ചുറ്റുമുള്ള ഇസ് ദ പോയിന്റ് വി ആർ കൺസിഡറിങ്. അതിന് ചുറ്റുമുള്ള കുറച്ച് ലൈൻ സെഗ്മെന്റ്സ് കൺസിഡർ ചെയ്തു. ഈ ലൈൻ സെഗ്മെന്റ്സും എൻലാർജ്ഡ് വ്യൂ ആണ്. ആക്ച്വലി വളരെ സ്മോൾ ലെങ്ത് ഉള്ള ലൈൻ സെഗ്മെന്റ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ദെൻ ഇത് ബിഫോർ ഡിഫോർമേഷൻ ആണ്. ഇതിനെ നമ്മൾ ഈ രണ്ട് എൻഡിലും, സപ്പോസ് ഞാൻ ഇവിടെ ഒരു ഫോഴ്സ് അപ്വേർഡ് ഫോഴ്സും രണ്ട് എൻഡിലും സ്ട്രെച്ച് ചെയ്ത് വരച്ചു, താഴത്തേക്ക് ഇങ്ങോട്ടും വരച്ചു. സോ ഇതിന് ഡിഫോർമേഷൻ ഉണ്ടാവും, ചേഞ്ച് ഇൻ ഷേപ്പ് ഉണ്ടാവും. ഇത് അതിന് ഡിഫോർമേഷൻ കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ ഡിഫോർമേഷനുള്ള കണ്ടീഷനാണ്. ഇത് ബിഫോർ ഡിഫോർമേഷൻ ആയിരുന്നു. ഫസ്റ്റ് ഫിഗർ റെപ്രസെൻറ്റ്സ് ബിഫോർ ഡിഫോർമേഷൻ, സെക്കൻഡ് ഫിഗർ റെപ്രസെൻറ്റ്സ് ആഫ്റ്റർ ഡിഫോർമേഷൻ. സോ ഇവിടുത്തെ ലൈൻ സെഗ്മെന്റ് ഇനീഷ്യൽ കണ്ടീഷനിലുള്ള ലൈൻസും ഇവിടെ വരുന്ന ലൈൻസും നോക്കുക. അത് തമ്മിലുള്ള ഡിഫറൻസിനനുസരിച്ചിട്ടാണ് ഡിഫോർമേഷൻ നമ്മൾ ക്യാരക്ടറൈസ് ചെയ്യുന്നത്. സോ ഈ വെർട്ടിക്കൽ ലൈൻ നോക്കുകയാണെങ്കിൽ, സപ്പോസ് വി കൺസിഡർ ദിസ് വെർട്ടിക്കൽ ലൈൻ. ഈ വെർട്ടിക്കൽ ലൈൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ആയിട്ടുണ്ട്. ബട്ട് ഈ ഹൊറിസോണ്ടൽ ലൈൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ലെങ്ത് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. ദെൻ ഈ ഇൻക്ലൈൻ ലൈൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആംഗിൾ ചേഞ്ച് ആയി. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബിഫോർ ആൻഡ് ആഫ്റ്റർ പൊസിഷൻസ് ഓഫ് 3 ഡിഫറെൻറ്റ് ലൈൻ സെഗ്മെൻറ്റ്സ് ഓൺ ദിസ് റബ്ബർ മെംബ്രെയിൻ വിച്ച് ഈസ് സബ്ജക്റ്റഡ് ടു ടെൻഷൻ. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ദ വെർട്ടിക്കൽ ലൈൻ ഈസ് ലെങ്തൻഡ്. വെർട്ടിക്കൽ ലൈനിൻ്റെ ലെങ്ത് കൂടി. ദ ഹൊറിസോണ്ടൽ ലൈൻ ഈസ് ഷോർട്ടൻഡ്. ഓക്കെ, ആൻഡ് ദ ഇൻക്ലൈൻ ലൈൻ ചേഞ്ചസ് ഇറ്റ്സ് ലെങ്ത് ആൻഡ് റൊട്ടേറ്റ്സ്. ഇൻക്ലൈൻ ലൈനിൻ്റെ ലെങ്ത്തും മാറി, അതിൻ്റെ ആംഗിളും ചേഞ്ച് ആയി. സോ ഇത്രയും പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. ചിലപ്പം ലൈൻ സെഗ്മെൻ്റ് ലെങ്ത് കൂടാം, അല്ലെങ്കിൽ ലൈൻ സെഗ്മെൻ്റ് ലെങ്ത് കുറയാം. ഇനി ചില കേസിൽ അതിന് റൊട്ടേഷൻ ലെങ്ത്തും ചേഞ്ച് ആവും. അറ്റ് ദ സെയിം ടൈം ദർ വിൽ ബി സം റൊട്ടേഷൻ ഓൾസോ. സോ ഇതിന് ഓരോന്നിനും അനുസരിച്ചിട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫോർമേഷൻ അനുസരിച്ച് നമ്മൾ നെക്സ്റ്റ് വി വിൽ ഡിഫൈൻ സ്ട്രെയിൻ എന്ന് പറഞ്ഞൊരു ടേം ഡിഫൈൻ ചെയ്യും. നമുക്ക് അടുത്ത് നോക്കാം. സോ ഇപ്പം പറഞ്ഞ കാറ്റഗറി അനുസരിച്ച് നമുക്ക് ടൈപ്പ് ഓഫ് ഡിഫോർമേഷൻ, ഏതൊക്കെ ടൈപ്പ് ഡിഫോർമേഷൻ ഉണ്ട് നോക്കുക. അപ്പോൾ ഫസ്റ്റ് കേസ് നോക്കുക. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലൈനിന് പകരം ചെറിയൊരു റെക്ടാങ്കുലർ എലമെൻറ്റ് കൺസിഡർ ചെയ്തതേ ഉള്ളൂ. ഇതിൽ നമ്മൾ ഇനീഷ്യൽ ലെങ്ത്ത്, ഈ എലമെൻറ്റിൻ്റെ ഇനീഷ്യൽ ലെങ്ത്ത് ഡെൽറ്റ എക്സ് ആയിരുന്നു, ഹൊറിസോണ്ടൽ ലെങ്ത്ത്. ഇനി ഇതിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു. ആഫ്റ്റർ ഡ്യൂ ടു സം എക്സ്റ്റേണൽ ലോഡ്സ് ഇറ്റ്സ് ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ an amount increased. The final length is delta x star. Okay, initially the length of the element is delta x, and because of the application of the force the length is changed to delta x star. Delta x star ആണ് x directionൽ വരുന്ന change. Similarly, initial length in vertical direction, initial length of the element in vertical direction is delta y. Then അതിൻ്റെ final length delta y star ആണ്. So the element may undergo a change in size. ഫസ്റ്റ് ടൈപ്പ് ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ സൈസിൽ വരുന്ന ഡിഫോർമേഷൻ ആണ്. ഇങ്ങനെ വരുന്നത് സൈസിൽ ചേഞ്ച് വരുന്നത്. അതായത് ലെങ്ത് ഡെൽറ്റ എക്സ് ഇൻക്രീസ് ചെയ്തു ഡെൽറ്റ എക്സ് സ്റ്റാർ ആയി, അല്ലെങ്കിൽ ഡെൽറ്റ വൈ ചേഞ്ച് ടു ഡെൽറ്റ വൈ സ്റ്റാർ ആയി. ബട്ട് ഈ ഷേപ്പ് സെയിം തന്നെയായിരിക്കും. റെക്ടാങ്കുലർ ഇതിൻ്റെ ഷേപ്പിന് വ്യത്യാസമൊന്നുമില്ല, ബട്ട് ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ആയി. സോ അതാണ് ഫസ്റ്റ് കാറ്റഗറി ഓഫ് ഡിഫോർമേഷൻ. ദർ വിൽ ബി സം ചേഞ്ച് ഇൻ സൈസ്, ബട്ട് ഷേപ്പ് ഓഫ് ദ ബോഡി റിമെയിൻസ് ദ സെയിം. ഓക്കെ, ദെൻ സെക്കൻഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ, സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ലൈൻ സെഗ്മെൻറ്റിൽ കണ്ട പോലെ തന്നെ ആ ലൈൻ സെഗ്മെൻറ്റ് ഇൻക്ലൈൻ ലൈനിൽ എന്ത് സംഭവിക്കും? അതിന് റൊട്ടേഷനും ഉണ്ടാവും. ഓക്കെ, സോ ഇവിടെ സെക്കൻഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ദ എലമെന്റ് മേ അണ്ടർഗോ എ ചേഞ്ച് ഇൻ ഷേപ്പ്. ഇവിടെ ഷേപ്പിന് ചേഞ്ച് ഉണ്ടാവും. ഇങ്ങനെ രണ്ട് പോസിബിലിറ്റിയാണ് ഏത് ഡിഫോർമേഷനിലും ഉണ്ടാവും. ഒന്ന് സൈസ് ചേഞ്ച് ആവും, ബട്ട് ഷേപ്പ് റിമെയിൻ സെയിം, റെക്ടാങ്കുലർ ഷേപ്പ് തന്നെയാണ്. സെക്കൻഡ് ഷേപ്പ് ചേഞ്ച് ആയി, ബട്ട് ഈ കേസിൽ നമ്മൾ സൈസ് സെയിം ആണ്, സൈസിന് ചേഞ്ച് ഒന്നുമില്ല എന്നുള്ള അസംഷനാണ്. സൈസ് റിമെയിൻസ് സെയിം എന്നുള്ള കാറ്റഗറിയിലാണ്. രണ്ടും സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇതിൽ ഫസ്റ്റ് കേസ് സൈസ് ചേഞ്ച് ആയി, ഷേപ്പ് സെയിം ആണ്.
ഷേപ്പ് സെയിം. സെക്കൻഡ് കാറ്റഗറിയിൽ ഷേപ്പ് ചേഞ്ച് ആയി, ദർ ഇസ് ചേഞ്ച് ഇൻ ഷേപ്പ് ബട്ട് സൈസ് റിമെയിൻ സെയിം. സൈസ് റിമെയിൻ സെയിം എന്ന് പറഞ്ഞാൽ ദ ലെങ്ത്, ഈ പി ബി എന്നുള്ള ലെങ്ത്തും പി ബി സ്റ്റാർ ഈ പുതിയ ലെങ്ത്തും പി ബി സ്റ്റാറും സെയിം ആണ്. അതേമാതിരി ഇവിടെ നോക്കുകയാണെങ്കിൽ പി എ എന്നുള്ള ലെങ്ത്തും പി എ സ്റ്റാറും സെയിം ആണ്. ബട്ട് അതിൻ്റെ ഷേപ്പ് മാറി. ഇനീഷ്യലി റെക്ടാങ്കിൾ ആയിരുന്നു, ഇപ്പോൾ അതൊരു പാരലോഗ്രാം ഷേപ്പിൽ മാറി. ഓക്കെ, ദ എലമെന്റ് മേ അണ്ടർഗോ എ ചേഞ്ച് ഇൻ shape without any change in length of delta x or delta y. The element becomes a parallelogram. In this case, the element become parallelogram. ഇങ്ങനെ നമുക്ക് ഡീഫോർമേഷനെ രണ്ട് കാറ്റഗറി ആക്കാം. ബട്ട് ആക്ച്വൽ കേസിൽ, റിയൽ കേസിൽ നടക്കുമ്പം ഈ രണ്ടിൻ്റെയും കൂടി കോമ്പിനേഷനാണ് വരിക. അതായത് അവിടെ ചേഞ്ച് ഇൻ സൈസും ഉണ്ടാവും, അതിൻ്റെ ലെങ്ത്ത് ഒക്കെ മാറും. ഇപ്പോൾ ഒരു എലമെൻറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലെങ്ത്തും മാറും. അറ്റ് ദ സെയിം ടൈം ദർ വിൽ ബി സം ചേഞ്ച് ഇൻ ഷേപ്പ് ഓൾസോ. ഇങ്ങനെ സപ്പോസ് ഇങ്ങനെ ഒരു ഷേപ്പ് മാറി എന്ന് വെച്ചു. ഓക്കെ, ഇതായിരിക്കും ആക്ച്വൽ കേസിൽ ഉണ്ടാവുക. ഇത് ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഇത് ബിഫോർ ഡീഫോർമേഷൻ ആണ്. ഫസ്റ്റ് റെക്ടാങ്കിൾ കാണിച്ചിട്ടുള്ളത് ബിഫോർ ഡീഫോർമേഷൻ ആണ്, ഇത് ആഫ്റ്റർ ഡീഫോർമേഷൻ ആണ്. സപ്പോസ് ഇങ്ങനെ ഞാനൊരു ഷേപ്പ് കാണിച്ചു എന്നേ ഉള്ളൂ, ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആവണമെന്നൊന്നുമില്ല. ലോഡ് അപ്ലൈ ചെയ്തപ്പം അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയായി മാറി നോക്കുക. ദെൻ ഈ ലെങ്ത്തും ഡിഫറൻ്റ് ആണ്, ലെങ്ത്ത് ചേഞ്ച് ആയി. ഓക്കെ, അതായത് ചേഞ്ച് ഇൻ ഷേപ്പ്, ചേഞ്ച് ഇൻ സൈസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഷേപ്പ് ഇനീഷ്യൽ റെക്ടാങ്കിൾ ആയിരുന്നു, ഇപ്പോൾ അതൊരു വേറൊരു ഷേപ്പായിട്ട് മാറി. ഓക്കെ, സോ ചേഞ്ച് ഇൻ ഷേപ്പും ഉണ്ട്. ഇൻ ആക്ച്വൽ കേസ് ഇങ്ങനെയാണ് ഒരു ബോഡിക്ക് ഡീഫോർമേഷൻ ഉണ്ടാവുക. സോ ഡീഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് എ ബോഡി, അതിനെയാണ് ഡീഫോർമേഷൻ എന്ന് പറയുന്നത്. ഒരു ബോഡിക്ക് സൈസിലോ ഷേപ്പിലോ ചേഞ്ച് വരികയാണെങ്കിൽ അതിനെയാണ് ഡീഫോർമേഷൻ എന്ന് പറയുന്നത്. അത് ആക്ച്വലി രണ്ട് കാറ്റഗറി ഉണ്ട്. ഫസ്റ്റ് കാറ്റഗറി സൈസ് ചേഞ്ച് ആവും, സൈസ് ചേഞ്ച് ആവുന്ന കാറ്റഗറി ഉണ്ട്. സെക്കൻഡ് കാറ്റഗറി ഷേപ്പ് ചേഞ്ച് ആവുന്ന കാറ്റഗറി ഉണ്ട്. ബട്ട് ഇൻ ആക്ച്വൽ പ്രാക്ടീസ് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി കോമ്പിനേഷനാണ് റിയൽ ആയിട്ട് ബോഡിക്ക് സംഭവിക്കുക. ഓക്കെ, അതാണ് തേർഡ് പറഞ്ഞിട്ടുള്ളത്. An element simultaneously undergoes a change in length as well as distortion. Distortion means change in shape. This is the actual practice. Then ഈ ഓരോ ഡീഫോർമേഷനെ നമുക്ക് മെഷർ ചെയ്യണം. എത്ര എമൗണ്ട് ആണ് ഡീഫോം ചെയ്തത്, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആണ് അതിൻ്റെ സൈസ് ചേഞ്ച് ആയിട്ടുള്ളത്, അതല്ലെങ്കിൽ എങ്ങനെയാണ് എത്ര എമൗണ്ട് ആണ് അതിൻ്റെ ഷേപ്പ് മാറിയിട്ടുള്ളത്. ഇങ്ങനെ ഡീഫോർമേഷനെ ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൗ മച്ച്, എത്ര ഡിഫോർമേഷൻ സംഭവിച്ചു, അങ്ങനെ ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടേമിനെയാണ് സ്ട്രെയിൻ എന്ന് പറയും. ഓക്കെ, സോ സ്ട്രെയിൻ മീൻസ് in order to describe the deformation of a body by changes in the length of line segment and changes in the angle between them, we will develop the concept of strain. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ചേഞ്ച് ഇൻ ലെങ്ത്ത്, ഈ കേസിൽ ഫസ്റ്റ് കേസിൽ ലെങ്ത് ആണ് മാറിയത്, ഈ ചേഞ്ച് ഇൻ ലെങ്ത്ത്. സെക്കൻഡ് കേസിൽ അതിൻ്റെ ആംഗിൾ ആണ് മാറിയത്. ഇനീഷ്യലി 90 ഡിഗ്രി ആയിരുന്നു, പിന്നെ ഇപ്പോഴുള്ള ആംഗിൾ, ഫൈനൽ ആംഗിൾ 90ൽ കുറഞ്ഞു ഈ ഒരു കേസിലാണെങ്കിൽ. സോ ചേഞ്ച് ഇൻ ആംഗിൾ. ഇങ്ങനെ ഈ ചേഞ്ച് ഇൻ ലെങ്ത്തിനെയും ചേഞ്ച് ഇൻ ആംഗിളിനെയും മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, ആ ഒരു ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേമിനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. സോ സ്ട്രെയിൻ മീൻസ് ഇറ്റ് ഈസ് ജസ്റ്റ് in order to quantify the deformation or in order to calculate the amount of deformation, we will use the term or we will use strain. Okay, strain എത്ര എമൗണ്ട് ഡിഫോം ആയി, എത്ര എമൗണ്ട് അതിൻ്റെ സൈസ് ഇൻക്രീസ് ആയി, സൈസ് ഡിക്രീസ് ആയി, അല്ലെങ്കിൽ എത്ര ആംഗിൾ എത്ര ട്വിസ്റ്റ് ആയി. ഇനീഷ്യലി റെക്ടാങ്കുലർ പീസ് ആയിരുന്നു, ഫൈനലി അത് പാരലോഗ്രാം ആയപ്പോൾ അതിൻ്റെ ആംഗിൾ മാറി. എത്ര എമൗണ്ട് ആണ് അതിന് ആംഗിളിന് ചേഞ്ച് വന്നത്. ഇങ്ങനത്തെ കാര്യങ്ങൾ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേമിനെയാണ് സ്ട്രെയിൻ എന്ന് പറയാം. ഓക്കെ, സോ സ്ട്രെയിൻ മീൻസ് ഈസ് ആക്ച്വലി എ ജോമെട്രിക്കൽ ടേം. നമുക്ക് എക്സ്പെരിമെൻറ്റ് വെച്ചിട്ട് അതിന് ഇനീഷ്യൽ ലെങ്ത്തും ഫൈനൽ ലെങ്ത്തും ഒക്കെ മെഷർ ചെയ്ത് നോക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 90 ഡിഗ്രി ക്യൂബിക്കൽ എലമെൻ്റ് ആണെങ്കിൽ ഇനീഷ്യലി 90 ഡിഗ്രി ആയിരിക്കും, അത് ആംഗിളിന് എത്ര ചേഞ്ച് വന്നു, അതൊക്കെ എക്സ്പെരിമെൻ്റലി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. സോ സ്ട്രെയിൻ ഈസ് ആൻ എക്സ്പെരിമെൻ്റൽ ഓർ ജോമെട്രിക്കൽ ക്വാണ്ടിറ്റി. Strain is the geometrical quantity that is measured using experimental technique. സോ നമ്മൾ ഇപ്പം പഠിച്ച സ്ട്രെസ്സാണ് ആദ്യം പഠിച്ചതെങ്കിലും ആക്ച്വലി നമുക്ക് സ്ട്രെസ് എന്നുള്ളത് ഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ പറ്റാത്തൊരു ടേമാണ്. ആക്ച്വലി സ്ട്രെസ് മീൻസ് ഇറ്റ് ഈസ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. അതിനെ നമുക്ക് ഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ പറ്റില്ല. ബട്ട് വി ക്യാൻ മെഷർ ദ ടേം ഓർ ദ സ്ട്രെയിൻ
സ്ട്രെയിൻ എന്നുള്ള സാധനം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, കാരണം അത് ഡീഫോർമേഷനായിട്ട് റിലേറ്റഡ് ആണ്. സോ നമ്മൾ എപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ചാൽ വി വിൽ ഫസ്റ്റ് കാൽക്കുലേറ്റ് സ്ട്രെയിൻ. ഒരു സ്ട്രക്ചറൽ മെമ്പറോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ വി വിൽ കാൽക്കുലേറ്റ് സ്ട്രെയിൻ. ദെൻ സ്ട്രെയിനും സ്ട്രെസ്സും കണക്ട് ചെയ്യുന്ന സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ഉണ്ട്. നമ്മൾ അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ അത് നോക്കും. സ്ട്രെസ്സും സ്ട്രെയിനും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് വി വിൽ കാൽക്കുലേറ്റ് സ്ട്രെസ്. അതാണ് യൂഷ്വൽ പ്രാക്ടീസ്. ഓക്കെ, സോ സ്ട്രെയിൻ മീൻസ് ഇറ്റ്സ് എ മെഷർ ഓഫ് ഡിഫോർമേഷൻ. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഡിഫോർമേഷൻ ആണ്. അത് നമുക്ക് ഫിസിക്കലി മെഷർ ചെയ്യാൻ പറ്റും ബൈ യൂസിങ് എക്സ്പെരിമെൻ്റ്. നമുക്ക് ടെൻഷൻ ടെസ്റ്റ് അതുപോലത്തെ കുറേ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഉണ്ട്. യൂസിങ് എക്സ്പെരിമെൻ്റൽ സ്ട്രെയിൻ ഗേജസ് ഒക്കെ ഉണ്ട്. സ്ട്രെയിൻ ഗേജസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വി ക്യാൻ മെഷർ ദ വാല്യൂ ഓഫ് സ്ട്രെയിൻ. ദെൻ വി വിൽ മേക്ക് യൂസ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ്. സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ യൂസ് ചെയ്തിട്ട് സ്ട്രെസ്സ് കണ്ടുപിടിക്കും. അങ്ങനെയാണ് സാധാരണ സ്ട്രെസ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. Okay, so after the strain is obtained, it can be related to the stress acting within the body using stress strain relationship. ഇത് നമ്മൾ പഠിച്ചിട്ടില്ല, നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഒന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സ്ട്രെയിൻ നമ്മൾ എന്താന്ന് പറഞ്ഞു, അതിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞു, ബട്ട് അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ഹൗ ടു കാൽക്കുലേറ്റ് ദ സ്ട്രെയിൻ, അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ട്രെയിൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, അതിന് ഏതൊക്കെ ടൈപ്പ് സ്ട്രെയിൻസ് ആണ് ഉള്ളത്. ഇപ്പോൾ 2 ടൈപ്പ് ഡിഫോർമേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. സോ 2 ടൈപ്പ് കറസ്പോണ്ടിങ്ങിലി 2 ടൈപ്പ് സ്ട്രെയിനും ഉണ്ടാവും. സോ അതാണ് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ കാണാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ, സ്ട്രെയിൻ, നോർമൽ സ്ട്രെയിൻ. ഓക്കെ, നോർമൽ സ്ട്രെയിൻ നിങ്ങൾക്ക് പേര് കേട്ടാൽ തന്നെ അറിയാം. സൈസിന് ചേഞ്ച് വരികയാണെങ്കിൽ ഇനീഷ്യലി ഒരു ഡെൽറ്റ എക്സ്, ചെറിയ എലമെൻ്റ് എടുക്കുകയാണെങ്കിൽ ഡെൽറ്റ എക്സ്, അത് ഫൈനലി ഒരു ഡെൽറ്റ എക്സ് സ്റ്റാർ ആയിട്ട് മാറുക അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് ഡാഷ് ആയിട്ട് മാറുകയാണെങ്കിൽ ഇങ്ങനെ സൈസിന് ചേഞ്ച് വരികയാണ്. സൈസ് ഇലോങ്ങേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സൈസ് റെഡ്യൂസ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ആ സ്ട്രെയിൻ, ആ കറസ്പോണ്ടിങ് ഡിഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിനെ വിളിക്കുന്ന, അത് മെഷർ ചെയ്യുന്ന സ്ട്രെയിനിനെ വിളിക്കുന്ന പേരാണ് നോർമൽ സ്ട്രെയിൻ. ഇപ്പോൾ നമ്മളൊരു കംപ്ലീറ്റ് ഒരു റോഡ് കൺസിഡർ ചെയ്തു. ഇനീഷ്യൽ ലെങ്ത് ഈസ് LO, ഒറിജിനൽ ലെങ്ത് ഈസ് LO. ഇതിൽ നമ്മൾ 2 ടൈപ്പ് ഫോഴ്സ്, ഇപ്പോൾ ടെൻസൈൽ ഫോഴ്സ് എവേ ഫ്രം ദ ബോഡി ആയതുകൊണ്ട് 2 ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു. സോ ദ ഫൈനൽ ലെങ്ത് ബിക്കം L. അപ്പോൾ ഇതിൽ ലെങ്ത് ഇൻക്രീസ് ചെയ്തു, ചേഞ്ച് ഇൻ സൈസ്, അതിൻ്റെ സൈസ് മാറി, ഷേപ്പിന് മാറ്റമൊന്നുമില്ല. ഷേപ്പ് ഇനീഷ്യലി ഒരു റെക്റ്റാങ്കുലർ എലമെൻ്റ് ആണ്, ഫൈനൽ ഷേപ്പും റെക്റ്റാങ്കുലർ എലമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ കേസിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിനിനെ വിളിക്കുന്ന പേരാണ് നോർമൽ സ്ട്രെയിൻ. അപ്പോൾ ഇവിടെ ഒരു കംപ്ലീറ്റ് ഒരു സ്ട്രെയിൻ അറ്റ് എ പോയിന്റോ എലമെൻ്റോ ഒന്നുമല്ല കൺസിഡർ ചെയ്തത്, കംപ്ലീറ്റ് ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഒരു ആവറേജ് സ്ട്രെയിൻ ആണ് നമുക്ക് കിട്ടുക. ഇനി അത് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദ സ്ട്രെയിൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദിസ് ഇക്വേഷൻ. സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ഫൈനൽ ലെങ്ത് മൈനസ് ഒറിജിനൽ ലെങ്ത്, ഇനീഷ്യൽ ലെങ്ത് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ലെങ്ത്. ഇതിനെയാണ് സ്ട്രെയിൻ എന്ന് വിളിക്കുക. അതായത് ഈ ബോഡീൻ്റെ ഒബ്ജക്റ്റിൻ്റെ ഫൈനൽ ലെങ്ത്, ഫോഴ്സ് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ലെങ്ത് മെഷർ ചെയ്യും, ഡിവൈഡഡ് ബൈ അതിൻ്റെ ഇനീഷ്യൽ ലെങ്ത് എത്രയാണെന്ന് നോക്കും, ഹോൾ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ലെങ്ത്. ഇനീഷ്യൽ ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ട് എത്ര ചേഞ്ച് വന്നു, എത്ര ഷേപ്പിന് എത്ര ലെങ്ത് ചേഞ്ച് ആയി, അതിനെയാണ് സ്ട്രെയിൻ എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഫിഗർ വെച്ചിട്ടാണെങ്കിൽ LF മൈനസ് LI എന്ന് പറഞ്ഞാൽ ഡെൽറ്റയാണ്. സോ വി ക്യാൻ റൈറ്റ് ഡെൽറ്റ ബൈ LI അല്ലെങ്കിൽ LO. ഈ ഫിഗറിൽ LO എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ LO ഒറിജിനൽ ലെങ്ത്. സോ ഇങ്ങനെയാണ് സ്ട്രെയിൻ മെഷർ ചെയ്യുക. സോ ഇത് മറക്കരുത്, സ്ട്രെയിൻ മീൻസ് ഇറ്റ് ഈസ് ദ ഫൈനൽ ലെങ്ത് മൈനസ് ഇനീഷ്യൽ ലെങ്ത്, ഓർ ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ഇതിനെയാണ് സ്ട്രെയിൻ എന്ന് വിളിക്കുക. സ്ട്രെയിൻ മീൻസ് ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ഓക്കെ, സോ ഫസ്റ്റ് ടൈപ്പ് ഡിഫോർമേഷൻ, ചേഞ്ച് ഇൻ ഇലോങ്ങേഷനോ കംപ്രഷനോ വരികയാണെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന, അതിനെ മെഷർ ചെയ്യുന്ന ഡിഫോർമേഷൻ, ആ ഡിഫോർമേഷനെ മെഷർ ചെയ്യുന്ന സ്ട്രെയിനാണ് നോർമൽ സ്ട്രെയിൻ. ഇനി നോർമൽ സ്ട്രെയിനിൻ്റെ ഡയറക്ഷൻ, നമ്മൾ സൈൻ എങ്ങനെയാണ് യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ പോസിറ്റീവ് ഫോഴ്സ് ആണ്, P എന്നുള്ളത് പോസിറ്റീവ് ഫോഴ്സ് ആണ്, ഇവിടെയും പോസിറ്റീവ് ഫോഴ്സ് ആണ്. അതായത് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, ഇതൊരു എക്സ്പ്ലെയിൻ ആണ്. നമ്മൾ സ്ട്രെസ് ഡെവലപ്പ് ചെയ്തപ്പം ഇതൊരു എക്സ്പ്ലെയിൻ ആണ്. എക്സ്പ്ലെയിനിൽ എക്സ് ഡയറക്ഷൻ, പോസിറ്റീവ് ഡയറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തത്. സോ പോസിറ്റീവ് എക്സ്പ്ലെയിൻ, പോസിറ്റീവ് ഡയറക്ഷൻ ഫോഴ്സ്. അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിൻ പോസിറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ ഇത്രയും ആലോചിച്ചാൽ മതി, ഇതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാണ്. അങ്ങനെ വെൻ ഇനീഷ്യൽ ലൈൻ ഇലോങ്ങേറ്റ്സ്, അങ്ങനെ വരുന്ന സ്ട്രെയിനെയാണ് പോസിറ്റീവ് സ്ട്രെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇനി ചിലപ്പോൾ സപ്പോസ്
നമുക്ക് ഒരു മെമ്പർ ഉണ്ട്, നമ്മൾ കംപ്രസീവ് ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്, നെഗറ്റീവ് ഫോഴ്സ് ആണ് കൊടുക്കുന്നത്, കംപ്രസ് ചെയ്യാണ്, ലോഡ് ഇങ്ങനെയാണ്. സോ ഇൻ ദാറ്റ് കേസ് ഇതിൻ്റെ ഫൈനൽ ലെങ്ത് വിൽ ബി ഷോർട്ട്, അല്ല ഷോർട്ടർ ദാൻ ദ ഇനീഷ്യൽ ലെങ്ത്. ഫൈനൽ ലെങ്ത് കുറവായിരിക്കും, കംപ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ ഫൈനൽ ലെങ്ത് ഒരു ഇത്രയൊക്കെ ആയിട്ട് മാറും. സോ ഇൻ ദാറ്റ് കേസ് ദ സ്ട്രെയിൻ ഈസ് ട്രീറ്റഡ് ആസ് നെഗറ്റീവ്. ഓക്കെ, അല്ലെങ്കിൽ സ്ട്രെസ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് തന്നെയാണ് അതിന് ഇൻലൈൻ ആയിട്ടായിരിക്കും സ്ട്രെയിൻ്റെ സൈന് വരിക. അപ്പോൾ ഇവിടെ സ്ട്രെസ് ടെൻസൈലാണ്. ടെൻസൈൽ എന്ന് പറഞ്ഞാൽ എവേ ഫ്രം ദ ബോഡി. ടെൻസൈൽ സ്ട്രെസ് നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുക. സോ പോസിറ്റീവ് ഫോഴ്സ് ആയതുകൊണ്ട് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിൻ പോസിറ്റീവ് ആയിരിക്കും. ഇത് കംപ്രസീവ് ആണ്. കംപ്രസീവ് എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് എലമെൻറ്റ്. കംപ്രസീവ് ഫോഴ്സ് എപ്പോഴും നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. സോ കംപ്രസീവ് ഫോഴ്സ് അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ കംപ്രസീവ് ആയിരിക്കും. ഓക്കെ, ഇതാണ് നോർമൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞത്. നോർമൽ സ്ട്രെയിൻ മീൻസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഇത് മറന്നു പോകരുത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഇനി ഇതിന് യൂണിറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സ്ട്രെസ് ആണെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ, യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. കറസ്പോണ്ടിങ്ങിലി വാട്ട് വിൽ ബി ദ യൂണിറ്റ് ഓഫ് സ്ട്രെയിൻ? സ്ട്രെയിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഇപ്പോൾ മുകളിൽ നോക്കുകയാണെങ്കിൽ മുകളിൽ ലെങ്ത് ആയതുകൊണ്ട് സംഭവം മീറ്ററോ അങ്ങനെ എന്തെങ്കിലും വരും. ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും മീറ്റർ ആണ്, ഡിനോമിനേറ്ററും മീറ്റർ ആണ്. സോ സ്ട്രെയിൻ ഈസ് ആക്ച്വലി എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. ഇതിന് ഡയമെൻഷൻ ഇല്ല, അല്ലെങ്കിൽ യൂണിറ്റ് ഇല്ല, അല്ലെങ്കിൽ മീറ്റർ ബൈ മീറ്റർ ആണ്, അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ബൈ സെൻറ്റിമീറ്റർ ആണ്. സോ രണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആണ്. സോ ഇറ്റ്സ് ആക്ച്വലി എ dimensionless quantity. It's actually a dimensionless term. നോർമൽ സ്ട്രെയിൻ അല്ല, സ്ട്രെയിൻ എന്ന് ജനറലി പറയാണ്. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഈ എൻറ്റയർ ബോഡീൻ്റെ സ്ട്രെയിനാണ് കാൽക്കുലേറ്റ് ചെയ്തത്, അല്ലേ? കംപ്ലീറ്റ് ഒരു റെക്റ്റാങ്കുലർ ബാർ കൺസിഡർ ചെയ്ത് ഈ കംപ്ലീറ്റ് ബാറിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിനാണ് കാൽക്കുലേറ്റ് ചെയ്തത്. നമ്മൾ ഈ ഓരോ പോയിന്റിലെയും സ്ട്രെയിന് സെപ്പറേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തില്ല. നമ്മളൊരു ആവറേജ് സ്ട്രെയിനാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ആവറേജ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ബട്ട് നമുക്ക് ഈ സ്ട്രെയിൻ ഓരോ പോയിന്റിലും സ്ട്രെയിൻ അറ്റ് എ പോയിന്റ് എന്നുള്ള ടേം നമുക്ക് ആവശ്യം വരും. ഓരോ പോയിന്റിലും എത്ര എമൗണ്ട് സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്തു. ഓക്കെ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റ്, ഇപ്പോൾ ഒരു പി ആണെങ്കിൽ ഈ പിയിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിൻ എന്തായിരിക്കും ഡ്യൂ ടു ദ അപ്ലിക്കേഷൻ ഓഫ് ദ ഫോഴ്സ്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് നോർമൽ സ്ട്രെയിൻ അറ്റ് എ പോയിന്റ് എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. സെയിം കൺസെപ്റ്റ് തന്നെ. സ്ട്രെയിൻ മീൻസ് ഒരു പോയിന്റ് ആയാലും എവിടെ ആയാലും സ്ട്രെയിൻ നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. സ്ട്രെയിൻ മീൻസ് നോർമൽ സ്ട്രെയിൻ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുക ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. ഇതിൽ സ്ട്രെയിനിന് യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറഞ്ഞാൽ എപ്സിലോൺ ആണ്. നോർമൽ സ്ട്രെയിനിന് എപ്സിലോൺ ആണ് യൂസ് ചെയ്യാം. ഇതിന് എപ്സിലോൺ എക്സ്, ഇപ്പോൾ എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ എപ്സിലോൺ എക്സ്, അല്ലെങ്കിൽ വൈ ഡയറക്ഷൻ ആണെങ്കിൽ എപ്സിലോൺ വൈ, സെറ്റ് ഡയറക്ഷൻ ആണ് എപ്സിലോൺ സെറ്റ്, ഇങ്ങനെയാണ് യൂസ് ചെയ്യുക. ബട്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ സ്ട്രെസ്സുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രെസ്സിനെ നമ്മൾ സാധാരണ നോർമൽ സ്ട്രെസ്സിനെ സിഗ്മ എക്സസ് ഇങ്ങനെ എക്സ്പ്ലെയിൻ എക്സ് ഡയറക്ഷൻ, ഇത് എക്സ്പ്ലെയിൻ എക്സ് ഡയറക്ഷൻ, ഇങ്ങനെ ഡബിൾ നൊട്ടേഷൻ ആണ് സ്ട്രെസ്സിൽ യൂസ് ചെയ്യുക. സോ അതിന് സിമിലർ ആക്കാൻ വേണ്ടിയിട്ട് സ്ട്രെയിനിനെ നമ്മൾ സാധാരണ എപ്സിലോൺ എക്സ് എസ് എന്നാണ് പറയുക. രണ്ടും ഒരു ആക്ച്വലി ഈ ഒരു എക്സ് മാത്രം മതി, ബട്ട് സിമിലർ കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സ്ട്രെസ്സായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ സ്ട്രെയിനിനെ എപ്സിലോൺ എക്സസ് ഇങ്ങനെ ഡബിൾ നൊട്ടേഷൻ വെച്ചിട്ടാണ് യൂസ് ചെയ്യാറ്. ഡബിൾ ഇൻഡീസസ് വെച്ചിട്ട് യൂസ് ചെയ്യാം. എപ്സിലോൺ എക്സസ് സ്ട്രെയിൻ വൈ ഡയറക്ഷൻ ആണെങ്കിൽ എപ്സിലോൺ വൈ വൈ, സ്ട്രെയിൻ സെറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ എപ്സിലോൺ സെറ്റ് സെറ്റ്, ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാറ്. ഇനി നമ്മളെ പോയിന്റിലേക്ക് വരാം. നോർമൽ സ്ട്രെയിൻ അറ്റ് എ പോയിന്റ്. അപ്പം ഏതെങ്കിലും ഒരു പോയിന്റ് കിട്ടണമെങ്കിൽ ആ പോയിന്റിന് നൈബറിംഗ് ആയിട്ട് ഒരു ചെറിയ ലൈൻ സെഗ്മെന്റ് എടുക്കുക. അപ്പോൾ ഈ പോയിന്റിലെ സ്ട്രെസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നൈബറിംഗ് ആയിട്ട് ഒരു ചെറിയ മൈന്യൂട്ട് എലമെന്റ് കൺസിഡർ ചെയ്യുക. സപ്പോസ് ദ ലെങ്ത് ഓഫ് ദാറ്റ് എലമെന്റ് ഈസ് ഡെൽറ്റ എസ്. അപ്പോൾ അത് മൈന്യൂട്ട് എലമെന്റ് ആയതുകൊണ്ടാണ് ഡെൽറ്റ എന്നുള്ള ടേം ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ ഫോഴ്സ് അപ്ലൈ ചെയ്തു. ബിക്കോസ് ഓഫ് ദ അപ്ലിക്കേഷൻ ഓഫ് ദ ഫോഴ്സ് ദ ലെങ്ത് ഓഫ് ദിസ് ലൈൻ സെഗ്മെന്റ്, ഈ ഡെൽറ്റ എസ് എന്നുള്ള ലൈൻ സെഗ്മെന്റ് ഇൻക്രീസ് ചെയ്തു, ഡെൽറ്റ എസ് ഡാഷ് ആയി എന്ന് വെച്ചു. ഓക്കെ, ദെൻ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത്, ഫൈനൽ ലെങ്ത് മൈനസ് ഇനീഷ്യൽ ലെങ്ത് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ലെങ്ത്. ഇവിടെയും സെയിം തന്നെയാണ്. ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ, ഫൈനൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എസ് ഡാഷ് ആണ്, ഇനീഷ്യൽ ലെങ്ത് ഡെൽറ്റ എസ് ആണ്, ഡിവൈഡഡ് ബൈ ഡെൽറ്റ എസ് ഒറിജിനൽ ലെങ്ത്തുമായിട്ട് കമ്പയർ ചെയ്തു. ബട്ട് നമുക്ക് ഇവിടെ വേണ്ടത്
സ്ട്രെയിൻ അറ്റ് എ പോയിന്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ പോയിന്റിനെ, ഇപ്പോൾ ഏത് പോയിന്റാണ് ഈ പോയിന്റിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ പോയിന്റിലേക്ക് ഷ്രിങ്ക് ചെയ്യുന്ന മാതിരി ഇത് ലിമിറ്റ് ഡെൽറ്റ എസ് ടെൻസ് ടു 0 അല്ലെങ്കിൽ എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്ന് കൊടുക്കും. സോ യു ക്യാൻ കാൽക്കുലേറ്റ് ദ സ്ട്രെയിൻ അറ്റ് എ പോയിന്റ് ബൈ യൂസിങ് ദ എക്സ്പ്രഷൻ. നേരത്തെ അതേ കൺസെപ്റ്റ് മാത്തമാറ്റിക്കലി ഒരു പോയിന്റ് ആയതുകൊണ്ട് ഈ ഡെൽറ്റ എസ്, ഇപ്പോൾ എക്സ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഡെൽറ്റ എക്സ് എന്ന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഡെൽറ്റ എസ് ടെൻസ് ടു 0 എന്ന് കൊടുക്കും. അപ്പോൾ ഈ പോയിന്റിലാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഇതിന് ചുറ്റുമുള്ള ഒരു ചെറിയ എലമെൻറ്റ് കൺസിഡർ ചെയ്യും. അതിൻ്റെ ലെങ്ത്ത് ഡെൽറ്റ എക്സ് ആണ്. ഇനി ഇതിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം ഒരു ഫൈനൽ ലെങ്ത്ത് കിട്ടും. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യും. ഡെൽറ്റ എക്സ് ഡാഷ് ആണെന്ന് വിരിച്ചു. ദെൻ strain is equal to change in length delta x dash minus delta x divided by initial length delta x dash minus delta x divided by initial length. Now we are calculating strain at this point. ഒരു particular point ലാണ് calculate ചെയ്യുന്നത്. So you have to shrink this line into a point. ഈ ലൈനിനെ നമ്മളൊരു പോയിന്റിലേക്ക് shrink ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാത്തമാറ്റിക്കലി യൂസ് ചെയ്യുന്ന ഇതാണ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. ഇങ്ങനെയാണ് സ്ട്രെയിൻ അറ്റ് എ പോയിന്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതും ഒന്ന് ഓർമ്മിച്ച് വെക്കുക. നമുക്ക് ഡെറിവേഷൻ പാർട്ടിലൊക്കെ ചില ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്യുമ്പം ഈ ഒരു കൺസെപ്റ്റ് ആവശ്യമുണ്ട്. അല്ലാതെ പ്രോബ്ലം ചെയ്യാൻ എപ്പോഴും നമ്മൾ ആവറേജ്, പ്രീവിയസ് കേസ് കണ്ട മാതിരി ഈ ആവറേജ് സ്ട്രെയിൻ വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക. ഓക്കെ, സോ സ്ട്രെയിൻ ക്ലിയർ ആയെന്ന് വിളിക്കുന്നു. ഇക്വേഷൻ ഒന്നുകൂടി ഓർമ്മിക്കുക. സ്ട്രെയിൻ മീൻസ് ചേഞ്ച് ഇൻ ലെങ്ത് ഓർ ചേഞ്ച് ഇൻ എനി ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ അതിൻ്റെ ആക്ച്വൽ ഡയമെൻഷൻ. ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ചേഞ്ച് ഇൻ ഹൈറ്റ് ഡിവൈഡ് ബൈ ഒറിജിനൽ ഹൈറ്റ്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വിഡ്ത്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ വിഡ്ത്ത്. ദാറ്റ് ഈസ് നോൺ ആസ് നോർമൽ സ്ട്രെയിൻ. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് ഇവിടെ വരുന്ന ഈ സ്ട്രെയിൻ, ഇതിനെയാണ് നമ്മൾ നോർമൽ സ്ട്രെയിൻ എപ്സിലോൺ എക്സസ് എപ്സിലോൺ വൈ ബൈ എന്നുള്ള ടേം കൊണ്ട് മെഷർ ചെയ്തത്, ചേഞ്ച് ഇൻ സൈസ് മാറുന്നതാണ്. ഇവിടെ അതേമാതിരി സെക്കൻഡ് കേസിൽ ഷേപ്പ് മാറുന്നുണ്ട്. ഷേപ്പ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇനീഷ്യലി ഒരു റെക്റ്റാങ്കിൾ ആയിരുന്നു, ഫൈനലി അത് പാരലോഗ്രാം ആയി. ഷേപ്പ് മാറുന്ന അതിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണ് ഇതിൻ്റെ ആംഗിൾ ചേഞ്ച് ചെയ്തത്. ഇനീഷ്യൽ 90 ഡിഗ്രി ആയിരുന്നു ആംഗിൾ, ഇനീഷ്യലി ഒരു റെക്റ്റാങ്കുലർ എലമെൻ്റ് ആയിരുന്നു, അതിൻ്റെ ഫൈനൽ ആംഗിൾ ഇങ്ങനെ റെഡ്യൂസ് ചെയ്തു. ഇങ്ങനെ ആംഗിൾ ചേഞ്ച് ചെയ്തത് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേമിനെയാണ് ഷിയർ സ്ട്രെയിൻ എന്ന് വിളിക്കുക. ഇതാണ് നമ്മൾ നെക്സ്റ്റ് വിളിക്കാൻ പോകുന്നത്. സോ deformations not only cause line segments to elongate or contract, നമ്മൾ പറഞ്ഞ പോലെ ലെങ്ത് കൂടുകയും കുറയുകയും മാത്രമല്ല, but they also cause them to change its direction. Direction means its angle, orientation മാറും. If we select two line segments that are originally perpendicular to one another, then the change in angle that occurs between them is referred to as shear strain. ഇപ്പോൾ ഈ ഒരു റെക്റ്റാങ്കുലർ എലമെൻറ്റ്, ഫിഗർ കുറച്ച് ചെറുതാണെന്ന് മാറ്റി വരയ്ക്കും. ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ എലമെൻറ്റ് ഉണ്ടായിരുന്നു. ഇനീഷ്യലി ഇത് 90 ഡിഗ്രിയാണ്. ഓക്കെ, ഇനീഷ്യൽ 90 ഡിഗ്രിയാണ്. ഇനി ഇതിൽ ഞാൻ എങ്ങനെയൊക്കെയോ ഫോഴ്സ് അപ്ലൈ ചെയ്തു. സപ്പോസ് ഷിയർ ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഇവിടെ ഒരു ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് കൊടുത്തു, അതേമാതിരി ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് കൊടുത്തു, ഇവിടെ അപ്വേർഡ്, ഇവിടെ ഡൗൺവേർഡ് കൊടുത്തു. ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുത്തു എന്ന് വെച്ചു. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്തായി മാറും? ഇങ്ങനെ രണ്ട് ഫോഴ്സ് വരുമ്പം ഇതിൻ്റെ ഷേപ്പ് ഒരു ഡിസ്റ്റോർട്ടഡ് ഷേപ്പ്, ഇങ്ങനെ ഒരു ഷേപ്പായിട്ട് മാറും അല്ലേ? സോ ഇനീഷ്യലി ഇവിടെ 90 ആയിരുന്നു, ഈ ആംഗിൾ 90 നിന്നും കുറഞ്ഞു. ഇങ്ങനെ കുറയുന്നതിനെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേമിനെയാണ്, അല്ലെങ്കിൽ ആ ഡീഫോർമേഷനെ മെഷർ ചെയ്യാൻ വേണ്ടി, ആംഗിൾ ചേഞ്ച് ആയതിനെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വിളിക്കുന്ന ടേമാണ് ഷിയർ സ്ട്രെയിൻ. So if we select two line segments that are originally perpendicular to one another, then the change in angle that occurs between them is referred to as shear strain. ഇതിനെ സാധാരണ ഗാമ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഷിയർ സ്ട്രെയിൻ ഡിനോട്ട് ചെയ്യാറ്. അഗെയിൻ ഇറ്റ്സ് എൻ ആംഗിൾ യൂഷ്വലി റേഡിയനിലാണ് മെഷർ ചെയ്യുക. റേഡിയൻ മീൻസ് ഇറ്റ്സ് ജസ്റ്റ് എ നമ്പർ, ഒരു നമ്പറാണ് റേഡിയൻ. അതുകൊണ്ട് തന്നെ ഇതും ഡയമെൻഷൻലെസ് ആണ്. ഓക്കെ, സോ ഷിയർ സ്ട്രെയിൻ മീൻസ് ഇറ്റ്സ് എ മെഷർ ഓഫ് ദ റൊട്ടേഷൻ ഓർ ആംഗിൾ, റൊട്ടേഷൻ അല്ല ആംഗിൾ, ചേഞ്ച് ഇൻ ആംഗിൾ. ഒരു ഇനീഷ്യലി 90 ഡിഗ്രി ആയിരുന്ന എലമെൻറ്റിന് ഫൈനലി എത്ര ചേഞ്ച് ആയി അതിനെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊന്നും കൂടി ഒരു ഡയഗ്രാം ഒന്നും കൂടി വരയ്ക്കാം, നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. സോ ഈ ഫിഗർ തന്നെയാണ്, നിങ്ങൾ സ്ലൈഡ് നോക്കിയാൽ മനസ്സിലാവും.
സോ ഇനീഷ്യലി ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാനിതിൽ ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഇവിടെ സപ്പോസ് അസ്യൂം ദാറ്റ് ഇവിടെ ഫിക്സ്ഡ് ആണ്. ഫിക്സ് ആകുമ്പോൾ ഇതിൻ്റെ ഷേപ്പ്, ഫൈനൽ ഷേപ്പ് എങ്ങനെയാവും? ഡിസ്റ്റോർട്ടഡ് ഷേപ്പ് എങ്ങനെയാവും? ഇതിന് ഈ ഫിഗറിൽ കാണിച്ച മാതിരി വേറെ കളർ ഇങ്ങനെ ഒരു ഷേപ്പ് ചേഞ്ച് ഉണ്ടായി. ഓക്കെ, ഇവിടെ കാണിച്ച മാതിരി, ഈ ഫിഗറിൽ കാണിച്ച മാതിരി ഷേപ്പ് ചേഞ്ച് ഉണ്ടായി. സോ ഇനീഷ്യലി ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരുന്നു. ദെൻ സപ്പോസ് ഈ ആംഗിൾ ഒരു തീറ്റയാന്ന് വെച്ചു, ഫൈനൽ ആംഗിൾ തീറ്റ. അങ്ങനെയാണെങ്കിൽ ഈ ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ എത്രയാണോ ചേഞ്ച് വന്നത്, ഈ ആംഗിൾ ഇവിടെ ഒരു ചേഞ്ച് വന്നു, അതേപോലെ ഇപ്പോൾ ഈ കേസ് ആണെങ്കിൽ അവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ചേഞ്ച് വന്ന ആംഗിൾ എത്രയാണ്, അതിനെയാണ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അതായത് π/2 മൈനസ് തീറ്റ. ഇനീഷ്യലി 90 ഡിഗ്രി ആയിരുന്നു, ഇതാണ് ഇനീഷ്യൽ ആംഗിൾ. അതിന്ന് തീറ്റ കുറച്ച് കഴിയുമ്പം കിട്ടുന്ന ഈ ആംഗിളിനെയാണ് ഷിയർ സ്ട്രെയിൻ ഗാമ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എത്രയാണ് അതിനെ ഇനീഷ്യൽ 90 ഡിഗ്രിയിൽ നിന്ന് എത്രയാണ് ഡീവിയേറ്റ് ചെയ്തത്, അതിനെയാണ് ഷിയർ സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. ആ ചേഞ്ച് ഇൻ ആംഗിളിനെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന, ആ ഡിഫോർമേഷനെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന, ചേഞ്ച് ഇൻ ഷേപ്പിനെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേമാണ് ഷിയർ സ്ട്രെയിൻ. ക്ലിയർ? ഇനീഷ്യലി ഈ റെഡ് ബോക്സ് ആണ് ഇനീഷ്യലി ഉണ്ടായിരുന്നത്. അതിന് നമ്മളൊരു ടാൻജൻഷ്യൽ ഫോഴ്സ് കൊടുത്തപ്പം അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിട്ട് മാറി, ആംഗിൾ കുറഞ്ഞു, 90 ഡിഗ്രിയിൽ നിന്ന് റെഡ്യൂസ് ചെയ്തു, ഒരു തീറ്റയായിട്ട് മാറി. ദെൻ ഈ എത്രയാണോ ഡീവിയേറ്റ് ചെയ്തത്, ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഷിയർ സ്ട്രെയിൻ. ഓക്കെ, ഇനീഷ്യൽ 90 ഡിഗ്രി മൈനസ് തീറ്റ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആംഗിൾ എത്രയാണോ അതിനെയാണ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു സൈഡ് ഫിക്സ് ചെയ്തുകൊണ്ട്, ഇവിടെ ബോട്ടം ഞാൻ ഫിക്സ് ചെയ്തതായിട്ടാണ് അസ്യൂം ചെയ്തത്, അതുകൊണ്ട് ഇവിടെ മാത്രമേ ഉള്ളൂ. എല്ലാ കേസിലും അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ ബോട്ടം ഫിക്സ് ചെയ്യാത്ത ഒരു റെക്ടാങ്കുലർ എലമെൻറ്റിൽ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ ടാൻജൻഷ്യൽ ഫോഴ്സ് അപ്ലൈ ആണെങ്കിൽ, സപ്പോസ് ദിസ് ഇസ് ദ ഇനീഷ്യൽ ഷേപ്പ്, ഇതിനെ ഞങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോകും. ഓക്കെ, സോ ഇവിടെയും ഷിയർ സ്ട്രെയിൻ ഉണ്ട്. ഈ ആംഗിൾ, ഈ രണ്ട്, സപ്പോസ് ഇത് ആൽഫയാണ്, ഇത് ബീറ്റ ആണെങ്കിൽ, ദെൻ ഷിയർ സ്ട്രെയിൻ ഗാമ ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ. ആ ടോട്ടൽ ചേഞ്ച് ഇൻ ആംഗിൾ ഈ 90 ഡിഗ്രി മൈനസ് എത്രയാണോ ചേഞ്ച്, അതിനെയാണ് ഷിയർ സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഇത് ഇങ്ങനെ ഡിഫോം ചെയ്തതാണ്. ചില കേസിൽ ഫോഴ്സ് ഇങ്ങനെയാണെങ്കിൽ അതിനെ ഇവിടെ 90 ഡിഗ്രിയിൽ കൂടും, ഈ ആംഗിൾ 90 ഡിഗ്രിയിൽ കൂടി, ഇവിടെ 90 ഡിഗ്രിയിൽ റെഡ്യൂസ് ചെയ്യാണ് ചെയ്തത്. ഇനീഷ്യലി എവിടെയായിരുന്നു എന്ന് 90 ഡിഗ്രിയിൽ കുറഞ്ഞു. ഇവിടെ ഇനീഷ്യലി എവിടെയായിരുന്നു, നമ്മൾ ഫോഴ്സ് ഇങ്ങനെ കൊടുത്തു, ഷിയർ ഫോഴ്സ് ഇങ്ങനെ കൊടുത്ത് 90 ഡിഗ്രിയിൽ ഇൻക്രീസ് ചെയ്തു. സോ ഇങ്ങനെ 90 ഡിഗ്രിയിൽ റെഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു കാറ്റഗറി വരുന്നതിനെയാണ് നമ്മൾ പോസിറ്റീവ് ഷിയർ ആയിട്ട് എടുക്കുക, പോസിറ്റീവ് ഷിയർ സ്ട്രെയിൻ എന്ന് എടുക്കുക. ഇങ്ങനെ 90 ഡിഗ്രിയിൽ കൂടുകയാണെങ്കിൽ അതിനെയാണ് നെഗറ്റീവ് ഷിയർ സ്ട്രെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടി ഐഡിയ കിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതാണ്, ഷിയർ സ്ട്രെയിൻ ഈസ് നത്തിങ് ബട്ട് ദ മെഷർ ഓഫ് ചേഞ്ച് ഇൻ ആംഗിൾ. ഇനീഷ്യലി 90 ഡിഗ്രി ആയിരുന്ന രണ്ട് ലൈൻ സെഗ്മെൻറ്റിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പം, ഷിയർ ഫോഴ്സ് അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പം അതിൻ്റെ ആംഗിൾ എത്ര ചേഞ്ച് ആയി, അതിനെ മെഷർ ചെയ്യുന്ന ടേമാണ് ഷിയർ സ്ട്രെയിൻ. ഇഫ് ഈ സെലക്ട് two line segments that are originally perpendicular to one another, then the change in angle that occurs between them is referred to as shear strain.